സ്കൂൾ കലോത്സവത്തിന് കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇനി 2 ദിവസത്തേക്ക് കലവറ നിറയ്ക്കൽ. ആദരണീയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുന്നത്. ഈ നല്ല ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ശ്രീ എ നജീബിനെ ക്ഷണിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂൾ കലോത്സവം വളരെ ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തിരുവനന്തപുരം ജില്ല ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മേളകളെയും ഭക്ഷണം വിതരണം ചെയ്തതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഈ ജില്ലയിലെ മുഴുവൻ വിദ്യാലയത്തിലെയും കുട്ടികൾ കൂടി ഭാഗവാക്കാവുകയാണ്. ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത് KSTയുടെ സൗത്ത് സബ് ജില്ലാ കമ്മിറ്റിയാണ്. സബ് ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകരെയും അധ്യാപക സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി റിപ്പോർട്ട് ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട സൈനിക മുഴുവൻ പേരെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇതിന്റെ വിഭവ സമാഹരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ള കേരളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങളെല്ലാം അദ്ദേഹത്തെ മന്ത്രി അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്, പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പരിപാടികളാണ് ഭക്ഷണ കമ്മിറ്റി ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. 25 വേദികളിലാണ് ഭക്ഷണം നടക്കുന്നത്. ആ വേദികളുടെ പേരെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ പുഴകളുടെ പേരാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് കടവുകളോട് സൂചിപ്പിച്ച പോലെ പരിയാരത്തുള്ള പല കലാകാരന്മാരും കലാകാരികളും കൂടെ പങ്കെടുക്കും. പരാതി രഹിതമായിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും ഇപ്രാവശ്യത്തെ കലോത്സവം എന്ന കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. മനുഷ്യസാധ്യമായി ഒരുക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പിലാണ് സ്വാസംഗം. ഇതിൽ മറ്റൊരു പ്രത്യേകത, ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, ജനകീയമായിട്ടാണ് ഈ കാര്യം നടത്തുന്നത്. അതിന് തെളിവാണ് ഈ ഇവിടെ കാണുന്ന കുട്ടികൾ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ അതിന്റെ കൈമാറ്റ ചടങ്ങ് നടക്കുന്നു. UP വിഭാഗം കുട്ടികൾ ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് കുട്ടികൾ UP കുട്ടികൾ അടുത്തതായി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ശേഖരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അതിന്റെ കൈമാറ്റ ചടങ്ങ് നടക്കുന്നു. നമുക്കറിയാം